എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ഓരോ കുടുംബങ്ങളിലും ഇന്ന് പറയുന്നത് ഓരോ കുടുംബങ്ങളിലും ഐക്യക്കുറവ്. കാരണം ഭാര്യ ഭർത്താവിനോട് മിണ്ടില്ല, ഭർത്താവ് ഭാര്യയോട് മിണ്ടില്ല, മക്കൾ അച്ഛനോട് മിണ്ടില്ല, അമ്മയോട് മിണ്ടില്ല, മക്കളോട് അച്ഛൻ മിണ്ടില്ല. ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു വീട്ടിൽ തന്നെ ജീവിക്കുന്നവർ തന്നെ പരസ്പരം മിണ്ടാതെയും അതുപോലെ തന്നെ ഒരു ഐക്യക്കുറവുമായിട്ടുള്ള ഒരുപാട് വീടുകളുണ്ട്. അവരെ വന്നിട്ട് പറയും അവർ ചാത്തനെ വിട്ടു, ഇവര് ദേവീനെ വിട്ടു, ചൊവ്വേനെ വിട്ടു, അതുപോലെ നീചമൂർത്തികൾ വന്നിട്ട് ആണ് ഈ കലഹങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ആളുകൾ അമ്പലത്തിൽ പോകുന്നു, തൊഴുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രതിവിധികളൊക്കെ ആളുകൾ ചെയ്തു വരുന്നു. പക്ഷേ നമ്മുടെ പ്രശ്നത്തിനനുസരിച്ച പ്രതിവിധി അതാണ്. നമുക്ക് ഒരു വഴിപാട് ചെയ്യുന്ന സമയത്ത്, ഒരു പായസം കഴിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ആകെ കലഹാണെന്ന് തിരക്കുള്ള ഇടയിൽ നമുക്ക് ശാന്തിക്കാരനോട് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ വീടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പുറത്ത് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. കാരണം അവരിത് ബിസിയിൽ തിരക്കിലായിരിക്കും, മറ്റുള്ളവർ കേൾക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് തന്നെ നമ്മുടെ വീടിന്റെ ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ മാറി നല്ല ഐക്യമുള്ള ഒരു കുടുംബം, നല്ല സ്നേഹമുള്ള കുടുംബം, നല്ല ഐശ്വര്യമുള്ള കുടുംബം, നല്ല സമ്പന്നതയുള്ള കുടുംബം, അങ്ങനെ എല്ലാ തരത്തിലും നല്ല സമാധാനവും ഐശ്വര്യമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതവും പ്രായോഗികമായിട്ടുള്ളതും ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു മന്ത്രമാണിത്. വീട്ടിലെല്ലാവരും ഈ വിളക്ക് വയ്ക്കലും സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്നവരൊക്കെ ആയിരിക്കും, പലരും ചെയ്യാത്തവരും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അമ്പലങ്ങളിൽ പോകുന്നവരായിരിക്കും, പല പല വഴിപാടുകളും ചെയ്യുന്നവരായിരിക്കും. പക്ഷെ വീടിന്റെ ഐക്യം ശരിയാവുന്നില്ല. ബാക്കിയുള്ള തരത്തിലൊക്കെ നമുക്ക് പല നേട്ടങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷെ നമ്മുടെ വീടിന്റെ ആ സന്തോഷം നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒരു പ്രശ്നം, ആ ഒരു പ്രശ്നത്തിന് പരിപൂർണമായിട്ടും മാറി നല്ല ഒരു ഐക്യമുള്ള കുടുംബമാക്കി മാറ്റാൻ എല്ലാവർക്കും കഴിയും എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ആരെങ്കിലും ഒരാൾ വീട്ടിൽ ചെയ്താൽ മതി. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ സന്ധ്യയ്ക്ക് നാമം ജപിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചെല്ലുന്ന അമ്പലങ്ങളിൽ നിന്നൊക്കെ നാമജപത്തിന്റെ പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടിരും. കുറെ ദേവിയുടെയും കുറെ കൃഷ്ണന്റെയും കുറെ ഗണപതിയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും ചോറ്റാനിക്കര അമ്മയുടെയും കൊടുങ്ങല്ലൂർ അമ്മയുടെയൊക്കെ മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ ചെല്ലും. പക്ഷേ നമുക്ക് അതാത് ദേവതകളുടെ പ്രീതിയും അനുഗ്രഹവും ഐശ്വര്യമൊക്കെ നമുക്ക് വന്നേക്കാം. പക്ഷേ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബ ആ ഒരു ഐക്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു മന്ത്രം അതിൽ പ്രത്യേകമായിട്ട് ജപിക്കണം. കാരണം ഓരോ വീടുകളുടെയും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ടുള്ള മന്ത്രങ്ങളും മന്ത്രപ്രയോഗങ്ങളും ഉണ്ട്. നമ്മുടെ വീടിന്റെ പ്രശ്നം എന്താണ്, ഈ ഐക്യത കുറവാണ്, അല്ലെങ്കിൽ സ്നേഹക്കുറവാണ്, ഐശ്വര്യക്കുറവാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് നമുക്ക് ഇതൊക്കെ ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ മന്ത്രപ്രയോഗത്തിലൂടെ പരിപൂർണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഈ മന്ത്രപ്രയോഗം നമ്മൾ ദിവസം നാമങ്ങളൊക്കെ ചെല്ലുന്നത് നമ്മൾ ഈ മന്ത്രമാണ് ചെല്ലിയാൽ മതി. അത്രയേ ഉള്ളൂ. ചെല്ലാൻ പറ്റാത്തതോ കടുകട്ടിയായിട്ടുള്ളതോ അല്ല. ഈ മന്ത്രം നമ്മൾ നോക്കിയെടുക്കുക, ഇതിന് എഴുതിയെടുത്തതിന് ശേഷം ഈ പറയുന്നത് പോലെ ചെയ്യാം. ഈ മന്ത്രത്തിന്റെ ഋഷീശ്വരന്മാർ എന്ന് പറയുന്നത് ഓരോ മന്ത്രത്തിന്റെയും ആവശ്യകത എന്ന് പറയുന്നത് ഓരോ കുടുംബാംഗങ്ങളുടെ സുരക്ഷിതത്വം, അതുപോലെ തന്നെ ഐക്യം, സ്നേഹം, സമ്പത്തും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ദാമ്പത്യ സന്താന സുഖസൗഭാഗ്യം അനുഭവിക്കാനുള്ള യോഗവും ഭാഗ്യവും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തരെയും ലക്ഷ്യവും ആഗ്രഹവും ഒക്കെ. അതിനു വേണ്ടിയിട്ടാണ് പൂജകളും ഒക്കെ വഴിപാടുകളൊക്കെ ചെയ്യുന്നത്. ആ ഒരു ചെയ്തിട്ടും ഫലമില്ലാത്തവർക്കാണ് ഇത് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഋഷീശ്വരന്മാർ നമുക്ക് വേണ്ടി ഈ മന്ത്രം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ആ മന്ത്രം ചിട്ടപ്പെടുത്തിയ ഋഷീശ്വരനെ നമ്മൾ ആദ്യം ഒന്ന് സ്മരിക്കേണ്ടതുണ്ട്. കാരണം ഈ മന്ത്രപ്രയോഗത്തിന് ഫലം കിട്ടാനും അദ്ദേഹത്തിന്റെ അനുവാദവും, പിന്നെ ഈ മന്ത്രം നമുക്ക് വേണ്ടി കണ്ടെത്തിയ യോഗീശ്വരനെ സ്മരിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ മന്ത്രം ജപിക്കാൻ. മന്ത്രം ജപിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിനോട് നല്ല സ്മരിക്കുക, നന്നായി അനുഗ്രഹിക്കണം, ഭഗവാനെ പ്രാർത്ഥിക്കുക. അങ്ങനെ ഈ മന്ത്രത്തിന് ഫലസിദ്ധി ഞങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാവണേന്നും പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് ഇത് ചെല്ലേണ്ടത്. അപ്പോൾ ഈ മന്ത്രം കണ്ടുപിടിച്ച ആ വ്യക്തി യോഗീശ്വരന്മാരെ നമ്മൾ പറയുന്നതാണ്, ആ ചെല്ലുന്നതിനാണ് ഋഷി ഛന്ദസ് എന്നാണ് പറയുക. ഇപ്പൊ ഋഷി ഛന്ദസ്, അപ്പൊ ശാന്തിക്കാരും അവരൊക്കെ ഇങ്ങനെ നെറ്റിയമിലും ഇവിടെയൊക്കെ ഇങ്ങനെ തൊടുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അത് ശിരസിലും ചുണ്ടിന്മേലാണ്, നാവുമലാണ് തൊടേണ്ടത്, അല്ലെങ്കിൽ ചുണ്ടുമലാണ് തൊടേണ്ടത്. നമ്മൾ പറയുന്നതിന് അതിന് നമ്മൾ ഇവിടെയാണ് തൊടുക, അതിന് പിന്നെ ഹൃദയത്തിലും. ആ തൊട്ട് പറയുന്നത് നമ്മൾ ഗൃഹസ്ഥന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെ തൊടണം എന്നില്ല, അവരെ സ്മരിച്ചാൽ മതി മനസ്സുകൊണ്ട്. ഇതിന് ശേഷമാണ് നമ്മളിത് ചൊല്ലിക്കഴിഞ്ഞാൽ പരിപൂർണമായിട്ടും ഫലം കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ശ്രീ രുക്മിണി വല്ലഭ ശ്രീകൃഷ്ണ മന്ത്രമാണിത്. ശ്രീ രുക്മിണി വല്ലഭ ശ്രീകൃഷ്ണ മന്ത്രം.
ഈ മന്ത്രം എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പല രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും ഒക്കെ ഓരോ തരത്തിലുണ്ട്. പക്ഷെ അതിൽ നമുക്ക് കുടുംബജീവിതത്തിന്റെ ഭദ്രതയും അതുപോലെ ഐക്യത്തിനും സ്നേഹത്തിനും ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ മന്ത്രം നമ്മൾ ചൊല്ലുന്നത്. മന്ത്രം കണ്ടെത്തിയിട്ടുള്ള ഋഷി എന്ന് പറയുന്നത് നാരദ ഋഷി, അനുഷ്ടുപ് ഛന്ദ, രുക്മിണി വല്ലഭ ശ്രീകൃഷ്ണോ ദേവത. ഇതാണ് നമ്മൾ പറയേണ്ടത്. ഇത് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ മൂലമന്ത്രം ജപിക്കുക. ഈ മൂലമന്ത്രം ജപിക്കുമ്പോൾ ഓം നമോ ഭഗവതേ രുക്മിണി വല്ലഭായ സ്വാഹ, ഓം നമോ ഭഗവതേ രുക്മിണി വല്ലഭായ സ്വാഹ, ഓം നമോ ഭഗവതേ രുക്മിണി വല്ലഭായ സ്വാഹ. ഇതിങ്ങനെ ജപിക്കുക. ഈ ജപിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് വേണം? നമ്മുടെ വീട്ടിൻ്റെ പ്രശ്നം നമ്മൾ മനസ്സിൽ വിചാരിക്കണം. ചിലവർക്ക് സംസാരിക്കാത്തതോ ഐക്യത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് വേണം? എൻ്റെ കുടുംബപരമായിട്ടുള്ള എല്ലാ ഐക്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവണം ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക ശ്രീകൃഷ്ണ ഭഗവാനോട്, ചില ഗുരുവായൂരപ്പന, അങ്ങനെ വിഷ്ണു ഭഗവാനോട്. ഈ വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ മന്ത്രം ചൊല്ലി തുടങ്ങേണ്ടത്. കാരണം നമുക്ക് ഓരോരുത്തരുടെ ഓരോ ആവശ്യങ്ങൾ നമ്മളെടുത്ത് പറയേണ്ടതായിട്ടുണ്ട്, കാരണം വെച്ചാൽ സങ്കല്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ മന്ത്രം ജപിക്കാൻ. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ 108 തവണയാണ് നമ്മൾ ജപിക്കേണ്ടത്. ഇത് ജപിക്കുന്ന സമയത്ത് നമ്മൾ കൃഷ്ണന്റെ വിഗ്രഹത്തിന്റെ മുന്നിലിരുന്ന് ജപിക്കുന്നതോ കൃഷ്ണന്റെ ഫോട്ടോ വെച്ചിട്ട് ജപിക്കുന്നതോ നല്ലതാണ്. ഏറ്റവും രാവിലെ ഉദയത്തിന് മുന്നേ ജപിക്കുന്നത് ഏറ്റവും പവർ കിട്ടാൻ നല്ലതാണ്, അതിൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടാൻ നല്ലതാണ്. സമയം മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ സന്ധ്യയ്ക്ക് ജപിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം ജപിക്കാം. വൈകിട്ട് ജപിക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇരുന്ന് ജപിക്കുക. രാവിലെയാണ് ജപിക്കുന്നത് എന്നുണ്ടെങ്കിൽ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് ജപിക്കുക. ഈ ജപിച്ചതിന് ശേഷം നമ്മൾ ഓം നമോ നാരായണായ നമ, ഓം നമശിവായ എന്നുള്ള ആ മന്ത്രം കൂടി നമ്മൾ 108 തവണ വീതം ജപിക്കുക. ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 108 വേണം. ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ശ്രീകൃഷ്ണ മന്ത്രം ഉണ്ടല്ലോ, അത് നമുക്ക് 108 1008 പ്രാവശ്യം ജപിക്കാം. കാരണം എത്രയും ജപിക്കുന്നു അത്രയും പവറാണ്. ജപിക്കുന്നതിനൊരു കണക്കുണ്ട്. നമ്മൾ 100 പകുതിക്ക് വെച്ചിട്ട് 140 145 വെച്ച് നിർത്തരുത്. ഒന്നെങ്കിൽ 108, ഇല്ലെങ്കിൽ 208 ആക്കാം, ഇല്ലെങ്കിൽ 336. 108 336 1000. അപ്പോൾ ഈ രീതിയിൽ ജപിക്കുക. ഇതൊക്കെ 1000 ജപിച്ചാലും 336 ജപിച്ചാലും 108 തവണ ജപിച്ചാലും നമ്മൾ 108 തവണ വീതമാണ് നമ്മൾ ഓം നമ ശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും കൂടി ജപിക്കേണ്ടത്. ഇത് ജപിച്ചാൽ മാത്രമാണ് നമുക്ക് എന്താണ്? ദുരിത പ്രായച്ചിത്താണിത് ഈ വിഷ്ണു അവസാനം ജപിക്കുന്നത്. അതിപ്പോൾ ശാന്തിക്കാർ പൂജ കഴിഞ്ഞാലും അവസാനം ജപിക്കും. അങ്ങനെ ഏത് വലിയ ക്രിയകൾ നടന്നാലും ഓം നമ ശിവായ നമോ നാരായണായ നമ എന്ന് നമ്മൾ ജപിക്കാറുണ്ട്. അത് ജപിച്ചെങ്കിൽ മാത്രമാണ് ആ ക്രിയ പൂർത്തിയാവുള്ളൂ. അപ്പം ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ റിലാക്സ് ചെയ്തിട്ടിരിക്കുക, നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരാളെങ്കിലും സന്ധ്യയ്ക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൂട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പക്ഷേ ഈ ഒരു വ്യക്തി ചെയ്താലും ആ കുടുംബത്തിന് ഐക്യം ഉണ്ടാവും. അതാണ്, അല്ലാതെ എല്ലാവരും കൂടി കെട്ടിപ്പിടിച്ചിരുന്നിട്ട് നാമം ചെല്ലാം എന്നല്ല പറഞ്ഞത്. പക്ഷെ നമുക്ക് ഒരാളുടെ ആവശ്യമാണ് ഇത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഇരുന്ന് ജപിച്ചാലും ആ കുടുംബം നന്നാവും എന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.